നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരപുത്രിയാണ് നടൻ മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകളായ വിസ്മയ മോഹൻലാൽ. അച്ഛന്റെ പാത പിന്തുടർന്ന് സഹോദരൻ പ്രണവിന് പിന്നാലെ വിസ്മയയും സിനിമയിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. ജൂഡ് ആന്റണിയുടെ തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയയുടെ അരങ്ങേറ്റം. മക്കളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പമാണ് താരദമ്പതിമാർ എപ്പോഴും. ഇപ്പോഴിതാ തന്റെ പ്രിയ പുത്രിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു മോഹൻലാൽ വിസ്മയയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നത്. ഒരു അച്ഛന്റെ സ്നേഹവും കരുതലും മാത്രമല്ല, അടുത്തു തന്നെ സിനിമയിൽ അരങ്ങേറാൻ ഇരിക്കുന്നതിന്റെ പ്രതീക്ഷയും മോഹൻലാൽ തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഈ വർഷം നിന്റെ വെളിച്ചം ലോകം മുഴുവൻ അറിയും എന്നാണ് മോഹൻലാൽ പിറന്നാൾ ആശംസയിൽ കുറിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ആശംസയുടെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ജന്മദിന ആശംസകൾ പ്രിയപ്പെട്ട മായക്കുട്ടി. ഈ വർഷം മനോഹരമായ ഒരു പുതിയ തുടക്കമാണ്. പുതിയ സ്വപ്നങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയിലേക്കുള്ള നിന്റെ യാത്ര വികസിച്ചുകൊണ്ടിരിക്കുന്നു. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, നിങ്ങൾ വഹിക്കുന്ന അഭിനിവേശത്തിലും ധൈര്യത്തിലും ഞാൻ അഭിമാനിക്കുന്നു. നിന്റെ വെളിച്ചം ലോകം കാണാൻ പോകുന്ന ഒരു വർഷമാണിത്. സ്നേഹത്തോടെ അച്ഛൻ എന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റ്. 2026-ൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയത്തിൽ തുടക്കം കുറിക്കുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയയുടെ അരങ്ങേറ്റം. ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമയുടേതായി ഇതുവരെ പുറത്തുവന്ന പോസ്റ്ററുകളെല്ലാം തന്നെ പ്രതീക്ഷ നിലനിർത്തുന്നത് തന്നെയായിരുന്നു. വിസ്മയെ ശരിക്കും വിസ്മയിപ്പിച്ചു എന്നാണ് ആരാധകരും പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ യാത്രകളിലും എഴുത്തിലും വരകളിലും ആയോധന കലകളിലുമെല്ലാം താല്പര്യം കാണിച്ചിരുന്ന മായ പെട്ടെന്നാണ് തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം അമ്മയോട് പറഞ്ഞത്. അമ്മ വഴി അത് അച്ഛനിലെത്തി. മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ, അവർക്ക് നമ്മളല്ലേ ഉള്ളൂ എന്ന നിലയിൽ മോഹൻലാൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി. അതിനു മുൻപ് സിനിമ എന്ന ലോകം വലിയൊരു കടലാണെന്ന് മോളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തു. പ്രൊഡക്ഷൻ എന്തായാലും ആന്റണി പെരുമ്പാവൂരാണ് എന്ന് തീരുമാനിച്ചതാണ്. ജൂഡ് ആന്റണിയെ വിളിച്ചു പറ്റിയ ഒരു കഥയുമായി വരാൻ പറഞ്ഞു. മായയുടെ തുടക്കത്തിന് ഒരു ഓപ്പൺ ഡേറ്റ് കിട്ടിയ ജൂഡ് അതിൽ പ്രവർത്തിക്കാനും തുടങ്ങി. അവസാനം തുടക്കത്തിന് തുടക്കമായി. ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ വരികയോ സംസാരിക്കുകയോ ചെയ്യാത്ത വിസ്മയയുടെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം. ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ മോഹൻലാൽ തന്നെ അഭിനയിക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം. യാത്രകളിലും എഴുത്തിലും വരകളിലും ആയോധന കലകളിലും മറ്റും കൂടുതലായി താല്പര്യം കാണിച്ചിരുന്ന മായ അടുത്തിടെയാണ് കുടുംബത്തിൽ അമ്മയോട് തന്റെ സ്നേഹമോഹം തുറന്നു പറഞ്ഞത്. പിന്നാലെ ഇത് മോഹൻലാലിന്റെ കാതിലുമെത്തി. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കത്തിന്റെ നിർമ്മാണം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാലിന്റെ പ്രിയ സുഹൃത്ത് ആന്റണി തന്നെയാണ്. പ്രണവിനെ പോലെയല്ല വിസ്മയ ഇതുവരെയും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പൊതുവേദികളിൽ പോലും സംസാരിക്കുന്നതും ആരാധകർ അധികം കാണാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് പ്രണവാവട്ടെ ചെറുപ്രായത്തിൽ തന്നെ പിതാവിന്റെ ബാല്യകാല വേഷം ചെയ്യുകയും സംസ്ഥാന പുരസ്കാരം വരെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അതോടെ മായ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് കണ്ടറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കൊന്നും ആക്റ്റീവ് അല്ലാത്ത ആളായിരുന്നു വിസ്മയ. വല്ലപ്പോഴും മാത്രമാണ് ഒരു ഫോട്ടോ പങ്കുവെക്കുന്നത്. അതും സ്വന്തം ഫോട്ടോ പങ്കുവെക്കുന്നത് വളരെ വിരളമാണ്. തന്റെ യാത്രകളുടെയോ താൻ വരച്ച ചിത്രങ്ങളുടെയോ കടലിന്റെയോ കാടിന്റെയോ കിളികളുടെയോ ഒക്കെ ഫോട്ടോകളാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ പഴയതുപോലെയല്ല. ഒരു നടി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തം ഉണർന്നതുകൊണ്ടാണോ എന്തോ വിസ്മയ മോഹൻലാൽ ഇപ്പോൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. മനോഹരമായ ഒരു ഡിന്നർ നൈറ്റ് കഴിഞ്ഞതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ്. അതിനുശേഷം ഒരു പെറ്റ് ഡോഗിനൊപ്പമുള്ള മനോഹരമായ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയും ഫോട്ടോയും വിസ്മയ പങ്കുവച്ചിരുന്നു. വിസ്മയ്ക്ക് നേരെ വിപരീതമാണ് ചേട്ടൻ പ്രണവ് മോഹൻലാൽ. ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും പ്രണവിനെ കണ്ടുകിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്നല്ല, രാജ്യം തന്നെ വിട്ടുകാണും. യാത്രകൾക്കിടയിലെ ബ്രേക്ക് മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് അഭിനയം. സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസോ മറ്റ് സിനിമാ പ്രൊമോഷനുകളോ പ്രണവ് നടത്താറില്ല. അഥവാ ടീം നടത്തുന്ന ഒരു പ്രസ് മീറ്റോ ഓഡിയോ ലോഞ്ചോ ഉണ്ടെങ്കിൽ മൈക്ക് എടുക്കാനും പ്രണവ് തയ്യാറാകാറില്ല. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ വിസ്മയ അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുമ്പോൾ ആരുടെയും നിർബന്ധം കൊണ്ടല്ല, മറിച്ച് അഭിനയിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. അമ്മയുടെ ആഗ്രഹത്തെക്കുറിച്ച് തുറന്നു പറയുകയും അച്ഛൻ അത് നടത്തി കൊടുക്കുകയുമായിരുന്നു. നല്ല ഒരു കഥയുമായി വരാൻ ജൂഡ് ആന്റണിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആന്റണി പെരുമ്പാവൂർ നിർമ്മാണം ഏറ്റെടുത്തു. അങ്ങനെയാണ് തുടക്കം സംഭവിച്ചതെന്ന് മോഹൻലാൽ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ഇതുവരെ വന്ന പോസ്റ്ററുകളെല്ലാം തന്നെ ആകർഷണീയമാണ്. ചിത്രത്തിൽ മോഹൻലാലിന്റെ സാന്നിധ്യവുമുണ്ട് എന്നത് വ്യക്തം.
തീർച്ചയായും പ്രണവിന്റെ ആദ്യ ചിത്രത്തിന് എന്നതുപോലെ വിസ്മയയുടെ ആദ്യ ചിത്രത്തിനും ഗംഭീരമായ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടാകും. അവിടെയും ചേട്ടനെ പോലെ അല്ലാതെ വിസ്മയം മൈക്കെടുത്ത് സംസാരിക്കുമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ. തുടക്കത്തിൽ അഭിനയിക്കാനുള്ള അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജൂഡിന് മായ എഴുതിയ കത്തും വൈറലായിരുന്നു. ജൂഡിന്റെ ഭാര്യയും ചിത്രത്തിൽ മായയുടെ വസ്ത്രാലങ്കാരം നിർവഹിക്കുകയും ചെയ്ത ഡയാനയാണ് കത്ത് പങ്കുവച്ചത്. ജൂഡിനും കുടുംബത്തിനും വിസ്മയ അയച്ച സമ്മാനങ്ങളുടെ ചിത്രവും ഡയാന പങ്കുവച്ചിരുന്നു. ഈ മനോഹരമായ സമ്മാനത്തിന് നന്ദി. നിന്റെ കനിവ് ഏറെ അർത്ഥവത്താണ്. നിനക്കായി വസ്ത്രം ഒരുക്കുക എന്നത് പ്രിവിലേജ് ആയി കാണുന്നു. നീയും സുചിത്ര ചേച്ചിയും പ്രിയപ്പെട്ട മനുഷ്യരാണ്. നമ്മുടെ ഈ യാത്ര നിങ്ങൾ വളരെ അനായാസമാക്കി. നീ ഞങ്ങൾക്ക് കുഞ്ഞനുജത്തിയെ പോലെയാണ് എന്നാണ് വിസ്മയയുടെ കത്ത് പങ്കുവെച്ചുകൊണ്ട് ഡയാന കുറിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ജൂഡ് ചേട്ട, ഇതുപോലൊരു ഗംഭീര കഥാപാത്രം ചെയ്യാനുള്ള അവസരം എനിക്ക് തന്നതിൽ വലിയ നന്ദി അറിയിക്കുന്നു. എന്നിൽ വിശ്വസിച്ചതിനും എനിക്ക് ഇത് ചെയ്യാനാകുമെന്ന് വിശ്വസിച്ചതിനും നന്ദി. ഈ അനുഭവത്തിന് ഞാൻ ജീവിതകാലം മുഴുവൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. വസ്ത്രങ്ങൾ ഒരുക്കിയ ഡയാന ചേച്ചിക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും മക്കൾക്കും ഒരുപാട് സ്നേഹം നേരുന്നു. സ്നേഹത്തോടെ മായ എന്നാണ് വിസ്മയയുടെ കത്ത്. ആദ്യം പുറത്തു വന്ന പോസ്റ്ററിൽ വിസ്മയെ മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. ബസിന്റെ വിൻഡോ സീറ്റിൽ ഇളം പുഞ്ചിരിയോടെ എന്തോ ആലോചിച്ചിരിക്കുന്ന വിസ്മയെയാണ് പോസ്റ്ററിൽ കണ്ടത്. പിന്നിൽ ആശിഷിനെയും അവ്യക്തമായി കാണാമായിരുന്നു. അദൃശ്യമായ ആ പോസ്റ്ററിൽ മോഹൻലാലിന്റെ സാന്നിധ്യവും ചർച്ചയായിരുന്നു. പോസ്റ്ററിൽ മാത്രമല്ല, സിനിമയിലും ശക്തമായ റോളിൽ മോഹൻലാൽ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്ററുകളെല്ലാം. പോസ്റ്ററിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും പിന്നിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും നിൽക്കുന്നതിന് നടുവിലാണ് വിസ്മയെ കാണാൻ സാധിക്കുന്നത്. റിയൽ ലൈഫിൽ നിന്നും വ്യത്യസ്തമായ ഇതുവരെ കാണാത്ത ലുക്കിലാണ് വിസ്മയെ കാണുന്നത്. കണ്ണുകൾ വളരെ ആകർഷണീയമാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മകൻ ആശിഷ് ഒരു പ്രധാന വേഷം ചെയ്യുന്നു എന്ന കാര്യം ലോഞ്ചിങ് ചടങ്ങിൽ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ മോഹൻലാലിന്റെ സാന്നിധ്യം ആരാധകർക്ക് സർപ്രൈസ് തന്നെയായിരുന്നു. മകളുടെ സിനിമയ്ക്ക് സകല പിന്തുണയും നൽകിയ മോഹൻലാൽ സജീവമാണ്. ഏറ്റവും നല്ല തുടക്കം മകളുടെ തുടക്കം എന്ന ചിത്രത്തിന് ലഭിക്കണമെന്ന പ്രാർത്ഥനയാണ് നടന്. പിന്തുണയുമായി പ്രണവ് മോഹൻലാലും പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. വിസ്മയയ്ക്ക് ഇതൊരു മികച്ച തുടക്കമാവട്ടെ എന്നാണ് ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകരും മലയാളികളും ആശംസിക്കുന്നത്. തുടർന്ന് സിനിമയിൽ സജീവമാകുമോ എന്ന ചോദ്യത്തിന് ആദ്യത്തെ സിനിമയുടെ റിലീസിന് ശേഷം തീരുമാനിക്കാമെന്ന അഭിപ്രായമാണ് മോഹൻലാലിനും സുചിത്രയ്ക്കും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.